ഇവിടെ അതൊരു മറുപടി കൂടിയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ എന്ത് CPA എന്നുള്ള ചോദ്യത്തിന് കൂടിയാണ് ഇപ്പോൾ CPAയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മറുപടി പറഞ്ഞു പോയിരിക്കുന്നത്. അവിടെ നിന്ന് ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ധന്യ, ഏറെ ആകാംക്ഷ നിറഞ്ഞ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ പ്രതികരണം വന്നിരിക്കുന്നു. എന്തായാലും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പരിഹാരമുണ്ടായില്ല എന്ന കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരണമായി നൽകുകയുണ്ടായി. അതേസമയം മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം അദ്ദേഹം നൽകിയിട്ടില്ല. അതേസമയം ഇപ്പോൾ പുറത്തു വരുന്നത് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട്. മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും CPI വിട്ടുനിൽക്കുമെന്നാണ്. എന്നാൽ CPIയുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുമോ, LDF യോഗത്തിൽ CPI പങ്കെടുക്കാതിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇതിന് കേന്ദ്രത്തിലും തിരുവനന്തപുരത്തും സംസ്ഥാനത്തും നേതൃത്വമുണ്ട്. അത്തരം കൂടിയാലോചനകൾ നടത്തി നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പരിഹാരമായില്ല എന്ന് ഏറെ അതൃപ്തിയോടെ അമർഷത്തോടെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഒരു പ്രാവശ്യം പോലും മുമ്പ് പ്രകോപിതനായി കണ്ടിട്ടില്ലാത്ത ബിനോയ് വിശ്വം ഇന്ന് ചോദ്യങ്ങളിൽ മയപ്പെടുത്തണമെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലടക്കം അദ്ദേഹത്തിന്റെ പ്രതിഷേധവും അതൃപ്തിയും വ്യക്തമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഇവിടെ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നേതാക്കളേക്ക് പുന്നപ്പുറ വയലാർ സമരത്തിന്റെ സമാപന ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന വയലാറിലെ സമ്മേളന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും മുന്നണി രാഷ്ട്രീയത്തിൽ ഇത് വലിയ കോളിളക്കമുണ്ടാക്കുന്ന നീക്കമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നടപടികളും തീരുമാനങ്ങളും പരിപാടികളുമായി LDF മുന്നോട്ട് പോവുക, CPIയുടെ ഈ വിട്ടുനിൽക്കൽ ഏതു തരത്തിൽ മുന്നണി ബന്ധത്തെ ബാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയണം. എന്തായാലും മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അത്തരത്തിലുള്ള അതിന്റെ അമർഷം വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു നേരിട്ടല്ലെങ്കിൽ കൂടിയും ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരമായില്ല എന്നുള്ള ഒറ്റവാക്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധവും പാർട്ടിയുടെ അതൃപ്തിയും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് തന്നെയാണ് ഇന്ന് CPIയുടെ കൗൺസിൽ യോഗം, എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിലടക്കം അവർ കാലതാമസം വരുത്തിയത്. മുഖ്യമന്ത്രി ആലപ്പുഴയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ 10 മണിക്ക് പറഞ്ഞ യോഗം പിന്നീട് നീണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇക്കാര്യത്തിൽ എക്സിക്യൂട്ടീവിലൊക്കെയും ചർച്ച ചെയ്തപ്പോഴും വളരെ പ്രതീക്ഷയോടെയായിരുന്നു പുറത്തിറങ്ങിയപ്പോഴും നേതാക്കളുടെ ശരീരഭാഷ അല്ലെങ്കിൽ അവർ അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിന് ശേഷം പ്രതികരണം നടത്താമെന്ന് പറയുകയും ചെയ്തിരുന്നു. യഥാസമയം പ്രതികരണങ്ങൾ നടത്തുമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. വിജിൻ ബായന്തോട് കൂടി ചേരുന്നുണ്ട്. വിജിൻ, ഇവിടെ CPIയുടെ അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ കേന്ദ്രത്തിന്റെ ഭീഷണിയും സാമ്പത്തിക ഞെരുക്കവും ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ സർക്കാർ എന്നതിനപ്പുറത്തേക്ക് പിണറായിയുടെയും CPMന്റെയും രാഷ്ട്രീയവും നിലപാടും ചോദ്യം ചെയ്യുന്നതിലേക്കല്ലേ CPI എടുത്ത ഈ തീരുമാനം, ഇല്ലെങ്കിൽ ആ നിലപാട് പോകുന്നത്? തന്നെ തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ ഒരു നയവ്യതിയാനം CPM വരുത്തി എന്നുള്ളത് തന്നെയാണ് CPIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അത് അവർ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ആദ്യഘട്ടം മുതൽ CPMും CPIയും LDFും സർക്കാരും ഒക്കെ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും PM ശ്രീയുടെ ഭാഗമാകില്ല തങ്ങൾ എന്നുള്ളതാണ്. മന്ത്രി V ശിവൻകുട്ടിയൊക്കെ ആവർത്തിച്ച് പറഞ്ഞതും അതുതന്നെയായിരുന്നു. അതിന് കാരണം പ്രധാനമായും പറയുന്നത് NEP നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കിയാൽ അത് വർഗീയമായ ആശയങ്ങൾ കൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടി വരും. അത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഈ RSSുമായുള്ള ഒരു സന്ധിചേരലായി മാറും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഇനി ഈ 2027 മാർച്ചിലാണ് ഈ PM ശ്രീയുടെ കാലാവധി അവസാനിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തിന് ധൃതി പിടിച്ചിങ്ങനെ ഒരു തീരുമാനം എന്നുള്ളതാണ് CPI ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഏകദേശം 8000 കോടിയോളം രൂപ പല വകുപ്പുകളിലായി പലതരത്തിലുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നിലവിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. 1500 കോടി രൂപയ്ക്കടുത്ത് പണം കിട്ടാൻ മാത്രം ഇങ്ങനെയൊന്നിന് ആശയങ്ങളിൽ ഒരു നിലപാടിൽ വെള്ളം ചേർക്കൽ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് വീണ്ടും വീണ്ടും CPI ചോദിച്ചുകൊണ്ടേയിരുന്നത്. അതുതന്നെയാണ് CPI ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ ആവശ്യപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്ന് പറയുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്ന് പറയുന്ന ഈ
PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതെന്തിന്, അങ്ങനെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിലൂടെ CPI പറയുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ രാവിലെ 11 മണിയോടുകൂടി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയം സാധ്യമാകുന്നില്ലെങ്കിൽ മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. അത് കൃത്യമായ നിലപാടായി അംഗങ്ങളെല്ലാം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഇതിനു മുമ്പ് സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന ഘട്ടത്തിലും തങ്ങളോട് ആലോചിക്കാതെ ഇനി ഒരു തരത്തിലും ഇപ്പോൾ PM ശ്രീയിൽ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോക്കം പോകരുത് നേതൃത്വം എന്ന കാര്യവും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPI ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. നയവ്യതിയാനം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതെന്ത് സർക്കാർ എന്ന ചോദ്യം ബിനോയ് വിശ്വം ചോദിച്ചത്. അവർ തന്നെ ഒരുമിച്ചുള്ള ഒരു സർക്കാരിനെ പറ്റിയാണ് ഇതെന്ത് സർക്കാർ എന്ന ചോദ്യം ഒരു പ്രധാന ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നത്. ആ നയമാറ്റം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന തീരുമാനം ഉറച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ മന്ത്രിമാരെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPI എത്തിയിരിക്കുന്നത്.